അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഇസമോളെ ബർത്ത്ഡേ ആയിട്ടന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാ പോണ ഇസമോളെ? മമ്മാരി പായസം ഉണ്ടാക്കാൻ, ഫുഡ് കൊടുക്കാൻ, സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ എല്ലാവർക്കും. അപ്പോൾ ഇതാ ഇസമോളെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇസമോൾ ഇത് മാറ്റി സുന്ദരിയാവും അല്ലേ? മാഷാ അല്ലാഹ്. വളട്ട് ബ്രേസ്ലെറ്റ് അല്ലേ? മുടി കെട്ടൽ ഇന്ന് നമുക്ക് മിഠായി ഒക്കെ തരും കേട്ടാ. എനിക്ക് ഇഷ്ടമുള്ള മിഠായി ഒക്കെ ഒന്ന് കഴിച്ചോട്ടാ. രാജകുമാരി വാ കണ്ണെഴുതിയോ? ആയിവ അടിപൊളിയാണ് നമുക്ക്. മോളെ പ്രശ്നം നമ്മൾ എന്താ ചെയ്യണത്? അവിടെയുള്ള അമ്മമാർക്ക് അതെ ഇസമോളെ ബർത്ത്ഡേക്ക് നമ്മൾ ഇന്ന് കൊടുക്കണത് നമ്മളെ വൃദ്ധസദനത്തിലുള്ള ഉമ്മമാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറയാനില്ല, അവളെ തൊണ്ടില് അവള് ശേഖരിച്ച് വെച്ച് കുറച്ച് പൈസ അല്ലേ തൊണ്ട് പൊട്ടിച്ചപ്പോ എല്ലാവരുടെ അടുത്ത് എത്ര ഉണ്ട് എന്നുള്ള നമ്മള് ചോദിച്ചില്ലേ. അതിൽ അൽഹംദുലില്ലാ നമുക്ക് 9,500 രൂപ അതിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതാ ഉമ്മമാർക്കും അമ്മമാർക്കും മാക്സി, അതേപോലെ അമ്മമാര് മാക്സി ഇടാത്ത അമ്മമാരുണ്ട്, സെറ്റ് മുണ്ടാണ്. അപ്പൊ അവർക്കുള്ള സെറ്റ് മുണ്ടാണ്. പിന്നെ 2 പേര് ചുരിദാറാണ്. അപ്പൊ അവർക്ക് 2 പേർക്ക് ചുരിദാറാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ കാണിച്ചിട്ട് ചെയ്യണേന്ന്. നമ്മളെപ്പോലെ അവരുണ്ടാവും. ആരെങ്കിലും 1 കോടി ഞങ്ങൾക്ക് എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിരിക്കണവരാണ് അവര്. ആരും ഇല്ലാത്തവരാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇതുപോലെയുള്ളവരെ നിങ്ങളും ചേർത്ത് പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയണത്, അല്ലാതെ ഒന്നുമില്ല. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അടിയിൽ വലിയ ബോക്സ് ഉണ്ട് പെർഫ്യൂം കൊടുക്കണ്ടേ? എടുത്തുണ്ട് കേട്ടാ. കേറാൻ പറയൂ മുന്നോട്ട്. ഞങ്ങൾ ഇസമോളി കുഞ്ഞോന്റി ബർത്ത്ഡേക്ക് വന്നാറ് തന്നെ ബർത്ത്ഡേ തന്നെ ഇറങ്ങിയോ? പ്രിയമുള്ള അമ്മമാരെ, ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഞാൻ എടുക്കാത്തതാണ് കാരണം എന്താ? പിന്നെ ഇന്ന് 2 ആളെ ബർത്ത്ഡേ ഒരുമിച്ചാണ്. അപ്പോ നമുക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവര് 2 പേരും ഇല്ലേ? ഏകദേശം എത്ര പ്രാവശ്യം ഇവരിവിടെ വന്നിട്ടുണ്ട്? ഈ മോളിയും കൊണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ അമ്മമാരെ ചേർത്ത് പിടിക്കാനാണ് അവരിവിടെ വന്നിട്ടുള്ളത്. അപ്പോ പിന്നെ ഈ മോൾക്ക് ദീർഘായുസ്സും പൂർണ്ണ ആഫിയത്തും പഠിച്ചറപ്പ് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എത്ര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ അമ്മമാരെ ചേർത്ത് പിടിക്കാൻ വിദൂരത്ത് നിന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിന്റെ സന്തോഷം ആർക്കാം? നമുക്കല്ലേ? അപ്പോ ശാരീരിക പ്രയാസങ്ങളും എല്ലാം പഠിച്ചറപ്പ് തീർത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. അതോടൊപ്പം ദീർഘായുസും പൂർണ്ണ ആഫിയത്തും പഠിച്ചു കൊടുക്കട്ടെ. എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തീർത്തു കൊടുക്കട്ടെ. ഈ മോളുടെ കാരണം കൊണ്ടിട്ട് ഇവർക്ക് നല്ലൊരു ഉന്നത നിലയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഈ മോള്
എത്രയോ കാലം വിവാഹം ചെയ്തിട്ട് കുറെ കാലമായിട്ട് ഇവർക്ക് മക്കളില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടതിന് പഠിച്ച റബ്ബ് കൊടുത്തതാണ് ഈ നല്ലൊരു മോളെ. ഈ മോക്ക് പഠിച്ച റബ്ബ് ദീർഘായുസ്സും പൂർണ്ണ ആഫിയത്തും കൊടുക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ മറ്റുള്ളവരൊക്കെ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരുണ്ട്, നമ്മുടെ കൂടെ ഇല്ലാത്തവരുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കെല്ലാവരുടെയും രോഗങ്ങളെല്ലാം പഠിച്ചറബ് ശിഫയാക്കി കൊടുക്കട്ടെ, എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. ഈ മോൾക്കും അതുപോലെ തന്നെ ഈ ഉപ്പാക്കും ഈ ഉമ്മാക്കും ഇവിടൊപ്പം മറ്റൊരു ഇതര സംസ്ഥാനക്കാരിയായ മറ്റൊരമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ സഹായത്തോടു കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അതിലേറെ ഉപരി ഇവര് രണ്ടുപേരും നമ്മൾ ഏറ്റെടുക്കും എന്ന് പറയാണ്. ഏറ്റെടുക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ സാമ്പത്തികവും ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ ഈ മാസം 15-ാം തീയതി നമ്മൾ ഇവിടുന്ന് എല്ലാ സാധനവും എടുത്ത് ഒഴിവായിക്കൊള്ളണമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അവസാനമായിട്ട് 15-ാം തീയതിയുടെ ഉള്ളിൽ ഒരു മുട്ടുസൂചി പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇതുവരെയായിട്ട് ഈ നിൽക്കുന്ന സമയം വരെ ഇട്ടും എനിക്കറിയില്ല. കാരണം നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് നിർത്തണമല്ലോ, അതിനുള്ള ഒരു വഴി കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പഠിച്ച റബ്ബിന്റെ ബർക്കത്ത് കൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും നല്ലൊരു വീട് കിട്ടാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അതോടൊപ്പം മറ്റൊന്ന് അറിയിക്കാനുള്ളത്, ഇപ്പോഴും 26,500 ഇതിന്റെ വാടക കൊടുക്കാനുണ്ട്. വാടക മീൻസ് 4 മാസമായിട്ട് ഇതിന്റെ വാടക കൊടുത്തിട്ടില്ല. ഇതിന്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. സ്റ്റാഫ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഇത് എന്താ പറയാ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാനും ഇദ്ദേഹവും ചേർന്നിട്ട് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രീതിയിലും പല ബിസിനസ്സുകളും ഞങ്ങള് സംസാരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും വിധേന എന്തെങ്കിലും ഒരു മെച്ചം വന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത 70 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രയത്നിക്കാം. ഇന്നലെ രാത്രി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ പെരും മഴ പെയ്യുന്ന സമയത്തും 10:30 മണിക്ക് ഞങ്ങൾ കൊടുവള്ളിയിലാണ്. ഞങ്ങൾ എന്തിനാ കൊടുവള്ളി പോയത്? നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ഇനി വരുന്ന ആളുകൾക്ക് നല്ല സുരക്ഷിതമായി ഭക്ഷണം കഴിക്കാനും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും ആ സ്ഥല രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് ചെയ്തു തരേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന 2 പേർക്കും ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോ 2 പേർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും സുഖല്ലേ? എന്താ ആരും ഒരു ഉഷാറില്ലാണ്ടിരിക്കണേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ഡെല്ലായിട്ടാണല്ലോ എല്ലാവരും ഉള്ളത്. എന്ത് പറ്റി? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾക്കുള്ള താമസ സ്ഥലം എത്രയും പെട്ടെന്ന് ശരിയാൻ വേണ്ടിയിട്ട് നമ്മളാലെ കഴിയണ പോലെയൊക്കെ നോക്കാം. നമ്മളെ വീഡിയോ ഇട്ടിട്ടും എങ്ങനെ ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്നുള്ള അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൈകൾക്ക് എന്നും എപ്പോഴും പഠിച്ചവന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു. അതേപോലെ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മോളെ അതേപോലെ ഇക്കാൻ്റെ ജന്മദിനാണ്. അപ്പൊ അത് നിങ്ങളെ കൂടെ ആഘോഷിക്കാം എന്ന് കരുതിയിട്ടാണ്. ഞാൻ ഫുഡായിട്ടാണ് എല്ലാ പ്രാവശ്യവും വരാറുള്ളതും ഒക്കെ. പക്ഷെ ഇന്ന് ഫുഡല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്നത്, അത് നമ്മളെ കൊണ്ടല്ല കേട്ടോ, മോളെന്നെയാണ്. അവളെ കഴിഞ്ഞ വർഷം മുതൽ അവളൊരു ചെറിയ തൊണ്ട് വെച്ചിട്ട് അതിൽ പൈസ ശേഖരിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിൽ ആ തൊണ്ട് ഇന്ന് പൊട്ടിച്ചിട്ട്, അതായത് ഒരാഴ്ച മുന്നേ പൊട്ടിച്ചിട്ടാണ്, അതുകൊണ്ട് ആ ക്യാഷ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോഡി ഡ്രസ്സ്. വലിയ ഡ്രസ്സൊന്നല്ല, വലിയ വില പിടിപ്പുള്ളതൊന്നല്ല, വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നിങ്ങളെ പ്രാർത്ഥന ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, കഴിയുന്ന പോലെ ഞങ്ങളെ കൂടെ ഉണ്ടാവും, ചേർത്ത് പിടിച്ചിട്ട് എപ്പോഴും.
ഓക്കെ മാഷാ അല്ലാ. 3 വയസ്സായിട്ടേ ഉള്ളൂ. ഈ 3 വയസ്സായ മോളുടെ തുണ്ട് എന്ന് പറയുന്നത് നമ്മളെ പുഞ്ചി എന്നൊക്കെ പറയുന്ന സാധനം പൊട്ടിച്ചിട്ട് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മോൾക്ക് അതിൻ്റെ ദീർഘായുസ്സും പൂർണ്ണ ആഫിയത്തും പഠിച്ചു കൊടുക്കട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നീക്കി കൊടുക്കട്ടെ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും പഠിച്ചപ്പോൾ ആ മോളുടെ എല്ലാ കാര്യത്തിനും വിജയം കൊടുക്കട്ടെ. എന്തായാലും മോൾക്ക് നമുക്ക് ഒന്നും സർപ്രൈസ് ആയിട്ട് കൊടുക്കാനില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നും നമ്മൾ കരുതിയിട്ടില്ല എന്നും കൂടി അറിയിക്കുകയാണ്. നിങ്ങൾ ഈ തന്നത് ചെറുതല്ല, ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം ആ പിഞ്ചു മോള് ഇതുവരെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പണം കൊണ്ട് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെറുതെങ്കിൽ ചെറുത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മമാർക്ക് അത് ഏറ്റവും വലിയതാണ്. അതുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും നീക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അമ്മമാരെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതിലെന്തെങ്കിലും എന്താ പറയാ, ഇതിലെന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ചെറിയ സാധനമാണ്. എൻ്റെ എന്താ പറയാ, എൻ്റെ പൊന്നു മോക്ക് ഇത് കൊടുക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഉണ്ടാക്കിയത്. എന്തായാലും കൊടുക്കാണ് നമ്മൾ. ആര് നോക്കണ ആളല്ലേ, അപ്പൊ ഇവർക്കും വേണ്ടോന്ന് കൊടുക്കുക. മോളെ ഇക്കാൻ്റെ ഒരു സന്തോഷം ഇങ്ങോട്ടും കൂടി ആയിക്കോട്ടാ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ കൊണ്ട് അതേ പറ്റുള്ളൂ. എനിക്ക് എന്താ പറയണ്ടെന്ന് ശരിക്കും അറിയാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടത്തിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഈ ഒരു സാധനം വാങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ആളാണ് ഈ ഒരു കാര്യം തരുന്നത്. അല്ല, ഇത് സത്യത്തിൽ സങ്കടം തന്നെയാണ്. സങ്കടം എന്ന് പറഞ്ഞാല് ഈ പൊന്നു മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം തരേണ്ട ഒരു ആവശ്യം എനിക്കില്ലായിരുന്നു. എന്തായാലും ഈ പൊന്നു മോക്ക് പഠിച്ച ദീർഘായുസ്സും പൂർണ്ണ ആഫിയത്തും കൊടുക്കട്ടെ. എനിക്ക് അത്ര മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അതിന്റെ മേലെ എനിക്ക് ഒന്നിനും കഴിയില്ല. കാരണം ഞാൻ ഇവിടെ തരുന്ന ഒരു എന്താ പറയാ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു ഇതിലായി പോയി. ദീർഘായുസ്സും പൂർണ്ണ ആഫിയത്തും കൊടുക്കട്ടെ. ആ ഉപ്പാക്കും പൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ കൊടുക്കട്ടെ. മോളെ ഇതാർക്ക് വേണ്ടിട്ട് വാങ്ങിയതാ? എനിക്ക് വാങ്ങിയതാ? ആരാ വാങ്ങാൻ പറഞ്ഞതാരാ? ഇസമോള് പറഞ്ഞിട്ട് വാങ്ങിയതാ? താങ്ക് യു. സ്പെഷ്യൽ കാക്ക റെഡിയാക്കിയാണ്. ഇതൊക്കെ ഞണ്ടുണ്ടല്ലോ, അതിന് ഇഷ്ടമാണോ? ഞണ്ട് ഇഷ്ടമാണോ? അമ്മ കഴിക്കട്ടോ. സെറ്റാക്കണയ്യ. മാമ കഴിക്കാൻ